നമസ്കാരം. കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേരാനുള്ള സഹോദരി പത്മജയുടെ തീരുമാനം ചതിയാണെന്നും അംഗീകരിക്കാനാവാത്തതെന്നും കെ മുരളീധരൻ. കോൺഗ്രസിൽ നിന്ന് അവഗണന ഉണ്ടായെന്നും കാലം വരാൻ നോക്കി തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നത് കണ്ടു. അതൊന്നും ശരിയല്ല. കോൺഗ്രസ് എന്നും നല്ല പരിഗണനയാണ് കൊടുത്തത്. പത്മജയെ എടുത്തത് കൊണ്ട് കാൽക്കാശിന്റെ ഗുണം ബി.ജെ.പിക്ക് കിട്ടില്ല. പത്മജയുമായി ഇനി സഹോദരി എന്ന നിലയിൽ പോലും ബന്ധമില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. ജയിക്കുന്ന സീറ്റുകളിലാണ് പത്മജയെ പാർട്ടി എന്നും മത്സരിപ്പിച്ചതെന്ന് കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു. 52,000 വോട്ടിന് UDF ജയിച്ച മുകുന്ദപുരത്ത് 2004 1.5 ലക്ഷം വോട്ടിന് പത്മജ തോറ്റു. 2011 തേറപ്പറമ്പിൽ രാമകൃഷ്ണൻ 12,000 വോട്ടിന് ജയിച്ച സീറ്റിൽ 7,000 വോട്ടിന് തോറ്റു. കഴിഞ്ഞ തവണ 1,000 വോട്ടിന് തോറ്റു. ആരെങ്കിലും കാലുവാരിയാൽ തോൽക്കുന്നതല്ല തിരഞ്ഞെടുപ്പ്. ഇടതുമുന്നണി ജയിക്കുന്ന വട്ടിയൂർക്കാവിൽ താൻ മത്സരിച്ച് ജയിച്ചില്ലേ? വടകരയിലും താൻ ജയിച്ചില്ലേ? ആരെങ്കിലും കാലുവാരിൽ തോൽക്കുമെങ്കിൽ താൻ തോൽക്കേണ്ടതെന്നും മുരളീധരൻ ചോദിച്ചു. ജനങ്ങൾക്ക് വിധേയമായി നിൽക്കണം. പാർട്ടി വിട്ടു പോകേണ്ടി വന്ന ഘട്ടത്തിൽ പോലും കെ കരുണാകരൻ വർഗീയതയോട് സന്ധി ചെയ്തില്ല. പത്മജയെ എടുത്തത് കൊണ്ട് കാൽക്കാശിന്റെ ഗുണം ബി.ജെ.പി കിട്ടില്ല. 1ാം സ്ഥാനത്തെത്തും എന്ന് കരുതുന്ന മണ്ഡലത്തിലടക്കം ബി.ജെ.പി 3ാം സ്ഥാനത്തേക്ക് പോകേണ്ടി വരും. പാർട്ടിക്ക് എന്ത് കിട്ടിയാലും ഇല്ലെങ്കിലും കരുണാകരനെ ചിതയിലേക്ക് എടുക്കുമ്പോൾ പുതപ്പിച്ച പതാകയുണ്ടെന്ന കാര്യം ഓർക്കണമായിരുന്നു. എനിക്ക് ഒരുപാട് പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അതൊന്നും കൊണ്ട് താൻ ബി.ജെ.പിയിലേക്ക് പോയിട്ടില്ല. അച്ഛൻ സാമ്പത്തിക പ്രയാസം ധാരാളം അനുഭവിച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നപ്പോഴും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ആദരിച്ചു. അവരെ മറന്നില്ല. 1978 പാർട്ടി പിളർന്നപ്പോൾ രാഷ്ട്രീയ അന്ത്യമാകുമെന്ന് കരുതി. അന്ന് ഇന്ദിരാഗാന്ധിക്കൊപ്പം നിന്നു. ഇപ്പോഴത്തെ പത്മജിയുടെ തീരുമാനം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഇനി ഒരു തരത്തിലുള്ള ബന്ധവും അവരുമായില്ല. പ്രോത്സാഹിപ്പിക്കാനും ചിരിക്കാനും ആൾക്കാരുണ്ടാകും. അവരെയൊക്കെ ജനങ്ങൾക്കറിയാം. വടകരയിൽ മത്സരിക്കുമെന്നും ജനങ്ങൾക്ക് വർഗീയതയ്ക്കെതിരായ തന്റെ നിലപാട് അറിയിക്കാമെന്നും കെ മുരളീധരൻ പറഞ്ഞു. നന്ദി.